കേരള പോലീസിന്റെ ഈ ഒരു പരിപാടി കുറെ നാളായി പറയണമെന്ന് കരുതുന്നു. ഹലോ ഗായ്സ്, നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലാണ്. എന്തിനാണ് പോകുന്നത്, ഏതിനാണ് പോകുന്നതെന്ന് ഞാൻ വഴിയേ പറയാം. ഇതാണ് നമുക്ക് പോവേണ്ട ട്രെയിൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. ഇതാണ് കേരള പോലീസിന്റെ നേരത്തെ പറയാൻ വെച്ചിരുന്ന കാര്യം. യാത്രക്കാരായ ആളുകൾ നേരിടുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും ഉത്തമ സഹായ കേന്ദ്രമാണ് കേരള പോലീസിന്റേത്. 2 സ്റ്റേഷന് മുമ്പ് ഇറങ്ങിയ ഒരു പാസഞ്ചറിന്റെ ബാഗ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ കാണുന്നത്. പിറ്റേ ദിവസം 7:30-8 മണിയോടുകൂടി തന്നെ ബാംഗ്ലൂർ എത്തി. നിലവിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മീറ്റിംഗുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നത്. ഏകദേശം 13 മണിക്കൂറോളം ട്രെയിനിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡും തപ്പി എത്തിപ്പെട്ടത് ബാംഗ്ലൂർ സ്റ്റൈൽ ഫുഡ് കിട്ടുന്ന ഒരു തട്ടുകടയിലായിരുന്നു. മൊരിഞ്ഞതും പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള എല്ലാ ഡിങ്കോൾഫ് അടിച്ച ഐറ്റവും അവിടെ ഉണ്ടായിരുന്നു. വേറെ ഫുഡ് സ്പോട്ട് നോക്കി ഇറങ്ങാൻ നിന്നപ്പോൾ അവിടെയുള്ള ഒരു പയ്യൻ വന്നിട്ട്, നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആളാണെങ്കിൽ ഐഡിയ ഒന്ന് പറഞ്ഞു തരുമോ? ഇടം വല്ല നോക്കാൻ നിന്നില്ല, അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഐ ആം ഇർഷ. ഫോൺ വാങ്ങി പഴയ വീഡിയോയും കണ്ട് ഫോളോയും ചെയ്ത് ചെക്കൻ കൂടെ കൂടി. നല്ല ബർക്കത്തുള്ള പയ്യൻ. നേരം വെളുത്ത് വെട്ടം വീണ് തുടങ്ങിയപ്പോൾ തന്നെ മദ്യഷോപ്പിലെ തിരക്കുകൾ കണ്ട് കണ്ണ് തള്ളിപ്പോയി. യാത്രക്കാരൊക്കെ തന്നെയാണ് കൂടുതലും. രാവിലെ തന്നെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ എത്തിപ്പെട്ടത് കട്ട് ഫ്രൂട്ട്സിന്റെ കടയിലാണ്. പൈനാപ്പിൾ, തണ്ണിമത്തൻ, മുന്തിരി, കുക്കുംബർ തുടങ്ങിയ എല്ലാ അൽക്കുലത്തെ സാധനവും ആ പ്ലേറ്റിലുണ്ട്. അവിടുന്ന് നേരെ മെട്രോയിൽ കയറി നമുക്ക് പോവേണ്ട സ്പോട്ടിലേക്ക് നേരെ വിട്ടു. കൂനുമേ കുരു എന്ന് പറഞ്ഞ പോലെ ഇതിലും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം നമ്മുടെ ലൊക്കേഷൻ എത്തി, ബൊമ്മ സെൻട്ര. സത്യത്തിൽ ബാംഗ്ലൂരിന്റെ ഔട്ടർ ഏരിയയാണ് ഈ സ്ഥലം. ഇവിടുത്തെ ഗവൺമെന്റ് ബസ്സാണ് ഇതാണ്ട് ദീ കിടക്കുന്നത്. അങ്ങനെ ഒരുവിധം നമ്മൾ റൂമിലെത്തി. അത്യാവശ്യം നല്ല രീതിയിൽ യാത്രാക്ഷീണമുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ബാംഗ്ലൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ.